ഗുഡ് ഈവനിങ്. ഇന്ന് നാം പറയാൻ പോകുന്നത് ഗൂഗിൾ ഫോംസിനെ കുറിച്ചാണ്. ഗൂഗിൾ ഫോംസ് സാധാരണയായി ഉപയോഗിക്കുന്നത് സർവേ നടത്തുന്നതിനാണ്. എന്നാൽ ക്ലാസ് റൂം ഇവാലുവേഷൻ നടത്തുന്നതിനും മറ്റും നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. ഇതിനായി ഫോംസിൻ്റെ സെറ്റിങ്സിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ആദ്യമായി നിങ്ങളുടെ മൊബൈലിലെ ക്രോം ബ്രൗസറിൽ www.google.com/forms എന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിൾ ഫോംസിലെത്താം. സ്ലൈഡ് 1 നോക്കുക. ഗൂഗിൾ ഫോംസിൻ്റെ സെറ്റിങ്സിൽ മാറ്റം വരുത്തുന്നതിനായി സ്ലൈഡ് 2 അടയാളപ്പെടുത്തിയിരിക്കുന്നത് പോലെ വെർട്ടിക്കൽ ഡോട്ട്സ് മെനു ബട്ടൺ ടച്ച് ചെയ്യുക. ചിത്രം 3 കാണിച്ചതുപോലെ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. സ്ലൈഡിൽ ജനറൽ, പ്രസൻറ്റേഷൻ, ക്വിസ് എന്നിങ്ങനെ 3 ടാബുകൾ കാണാൻ കഴിയും. സെറ്റിങ്സ് ടാബിൽ ക്വിസ് പൂർണ്ണമായും കാണാൻ കഴിയണമെങ്കിൽ ആ ടാബ് നീല ആരോ കാണിച്ചതുപോലെ വിരൽ ഉപയോഗിച്ച് സ്ലൈഡ് ചെയ്താൽ മതി. അതിനുശേഷം മേക്ക് ദിസ് എ ക്വിസ് എന്ന ബട്ടൺ ഓൺ ചെയ്യുക. വലതുവശം മുകളിൽ കാണുന്ന സേവ് ബട്ടൺ നിർബന്ധമായും പ്രസ് ചെയ്യണം. അടുത്തതായി സ്ലൈഡിന് ഒരു ടൈറ്റിൽ നൽകണം. ഇതിനായി അൺടൈറ്റിൽഡ് ഫോം എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്കിഷ്ടമുള്ള പേര് കൊടുക്കാം. ഉദാഹരണം ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ് എന്നോ മറ്റോ. ഇതിന് താഴെയുള്ള ഫോം ഡിസ്ക്രിപ്ഷനിൽ ഉത്തരം എഴുതാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാവുന്നതാണ്. ശരിയായി ഉത്തരം എഴുതുക എന്നോ മറ്റോ. അതിനടിയിലായി കാണുന്ന അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്നിടത്താണ് നാം ചോദ്യങ്ങൾ കൊടുക്കേണ്ടത്. അതിന് താഴെയായി മൾട്ടിപ്പിൾ ചോയ്സ് എന്നതാണ് ഡിഫോൾട്ടായുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ്. മൾട്ടിപ്പിൾ ചോയ്സ് അല്ലാതെ മറ്റേതെങ്കിലും ടൈപ്പ് ഉത്തരമാണ് വേണ്ടതെങ്കിൽ ചിത്രത്തിൽ കാണിച്ച ആരോ പ്രസ് ചെയ്ത് നമുക്കാവശ്യമായ ആൻസർ ടൈപ്പ് സെലക്ട് ചെയ്യാം. ഇനി ചോദ്യങ്ങൾ എങ്ങനെ നൽകുമെന്ന് നോക്കാം. ഒന്നാമത്തെ ചിത്രത്തിൽ നമ്മുടെ ക്വിസിന് ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ് എന്നാണ് പേര് നൽകിയത് എന്ന് കാണാം. ഫോം ഡിസ്ക്രിപ്ഷനിൽ പ്ലീസ് ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻസ് എന്നും കാണാം. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യനായി നാം നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കുന്നു. ഇതിനുത്തരം മൾട്ടിപ്പിൾ ചോയ്സ് മാറ്റി ഷോർട്ട് ആൻസർ എന്ന് സെലക്ട് ചെയ്യുന്നു. ഇതിനടിയിൽ റിക്വയർഡ് എന്ന സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഇതിനർത്ഥം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിർബന്ധമാണ് എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം കൊടുക്കുന്നതിനായി ഒന്നാമത്തെ ചിത്രത്തിൽ അടിയിൽ കാണിച്ചിരിക്കുന്നത് പോലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യമായി ക്ലാസ് ഡിവിഷൻ എന്ന് കൊടുത്ത് ഉത്തരമായി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റിക്വയർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തെ ചോദ്യം നൽകുന്നതിനായി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യഥാർത്ഥത്തിൽ ഇവിടെയാണ് ക്വിസ് ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. ഇവിടെ 1 എന്ന നമ്പർ കൊടുത്ത ശേഷം ചോദ്യം കൊടുക്കുക. ഉത്തരം മൾട്ടിപ്പിൾ ചോയ്സായി സെലക്ട് ചെയ്യുക. ഓപ്ഷനുകൾ ആഡ് ചെയ്യാൻ ചിത്രം 1 കാണിച്ചിരിക്കുന്ന ബട്ടൺ അമർത്തുക. എത്ര ഓപ്ഷൻ വേണമെങ്കിലും നമുക്കുണ്ടാക്കാം. ശരിയുത്തരം ഏതെന്ന് കൊടുത്താൽ മാത്രമേ ഗൂഗിൾ ഫോംസിന് ഇത് വാല്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനായി ചിത്രം 2 കാണിച്ചിരിക്കുന്ന നീല ടിക്ക് മാർക്ക് പ്രസ് ചെയ്യുക. ചിത്രം 3 കാണിച്ചിരിക്കുന്നത് പോലെ മാർക്ക് എൻ്റർ ചെയ്ത് ശരിയുത്തരം അടയാളപ്പെടുത്തി ഡൺ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഏറ്റവും താഴെ കൊടുത്തിട്ടുള്ള ഐക്കൺ മെനു ഒന്ന് പരിചയപ്പെടാം. ഈ ഫോമിൽ ചിത്രങ്ങളോ മറ്റു വീഡിയോയോ ഉൾപ്പെടുത്തണമെങ്കിൽ ഈ സ്ലൈഡിൽ കാണുന്ന മെനുവിലെ ടൂളുകൾ ഉപയോഗപ്പെടുത്താം. നാം പ്രിപ്പയർ ചെയ്ത ചോദ്യങ്ങൾ കാണാനായി വലതുഭാഗത്ത് മുകളിലായുള്ള 3 വെർട്ടിക്കൽ ഡോട്ട്സ് സെലക്ട് ചെയ്ത് പ്രിവ്യൂ സെലക്ട് ചെയ്താൽ മതി. ചോദ്യാവലി പൂർണ്ണമായി കഴിഞ്ഞാൽ ചിത്രം 1 പോലെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ചിത്രം 2 കാണിച്ച ലിങ്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷോർട്ടൻ URL സെലക്ട് ചെയ്യുക. അതിനുശേഷം കോപ്പി ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ അയക്കേണ്ട വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഈ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. കുട്ടികൾ അയക്കുന്ന റെസ്പോൺസ് നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ഫോൾഡറിലെ ഡ്രൈവിൽ കാണാൻ പറ്റും. കുട്ടികളുടെ റെസ്പോൺസ് കാണുന്നതിനായി നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ എന്ന ഫോൾഡർ തുറന്ന് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യണം. റെസ്പോൺസ് സെലക്ട് ചെയ്യണം. ഇൻഡിവിജ്വൽ റെസ്പോൺസ് കാണുന്നതിനായി ഇൻഡിവിജ്വൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ചിത്രത്തിൽ മാർക്ക് ചെയ്ത ആരോ ക്ലിക്ക് ചെയ്ത് ഓരോ കുട്ടിയുടെയും റെസ്പോൺസ് ഷീറ്റ് നമുക്ക് കാണാം.